പണ്ട് ജപ്പാനിൽ കൻസാബുറോ എന്ന് പറയുന്ന ഒരു ജ്ഞാനിയായ പണ്ഡിതൻ ജീവിച്ചിരുന്നു. ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും അറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്ന അദ്ദേഹം സ്വയം ഒരു അഹങ്കാരിയായി തീരുകയും താൻ നേടിയെടുക്കുന്ന അറിവ് മറ്റൊരാളുമായി പങ്കുവയ്ക്കുവാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്തു. ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ ഈ കൻസാബുറോയുടെ അറിവിൽ, ജ്ഞാനത്തിലൊക്കെ വളരെ സന്തോഷമുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാം കൻസാബുറോയെ കാണാൻ വരികയും അവരുടെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞിനൊരു പേരിട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ഒരു വിവാഹ ക്ഷണക്കത്തില് ഒരു കവിത എഴുതി തരണമെന്ന് പറയുകയും തന്റെ മകൾക്കോ മകനോ ഒരു കത്ത് അയക്കുന്നതിന് വേണ്ടി അതൊന്ന് എഴുതി തരണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ കൻസാബുറോ ഇങ്ങനെ വരുന്ന ഗ്രാമവാസികളെയൊക്കെ ഒരു പുഞ്ചിരിയോടെ മടക്കി അയക്കുകയും ജ്ഞാനമെന്ന് പറയുന്നത് എല്ലാവർക്കും അർഹതപ്പെട്ടതല്ല, കർഷകർക്കും വിഡ്ഢികൾക്കും ഒരിക്കലും ഇത് നൽകാൻ പാടില്ല എന്ന് ഈ ഗ്രാമവാസികളോട് കൻസാബുറോ പറഞ്ഞുകൊണ്ടുവരുന്നു. ഒരു മഞ്ഞുകാലത്ത് കൻസാബുറോയുടെ വീട്ടിലേക്ക് ഒരു സന്യാസി നടന്നു വന്നു. ഈ സന്യാസി കൻസാബുറോയെ കണ്ട് താങ്കൾ മഹാനായ ജ്ഞാനിയായ ഒരു പണ്ഡിതനാണ്, താങ്കളെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടാണ് താങ്കളെ ഞാൻ കാണാൻ വന്നത് എന്ന് അറിയിക്കുകയും എനിക്ക് താങ്കളിൽ നിന്ന് ഒരു ചോദ്യത്തിന്റെ ഉത്തരം മാത്രം അറിഞ്ഞാൽ മതി, ശരിയായ ജ്ഞാനം അല്ലെങ്കിൽ ശരിയായ മനസ്സിലാക്കൽ എന്താണ് എന്നായിരുന്നു സന്യാസിയുടെ ചോദ്യം. അഹങ്കാരിയായ കൻസാബുറോ സന്യാസിക്ക് മറുപടി കൊടുക്കാതെ സന്യാസിയുടെ ആവശ്യം നിരാകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ സന്യാസികളെ ബഹുമാനിക്കുന്ന ഒരു ശീലം ജപ്പാനികൾക്കുള്ളത് കാരണം അദ്ദേഹത്തിനെ ഇറക്കി വിടുവാൻ കൻസാബുറോ തയ്യാറായില്ല. സന്യാസി കൻസാബുറോയുടെ മേശപ്പുറത്തിരുന്ന ഒരു മുള കൊണ്ടുള്ള കപ്പിലേക്ക് ചൂണ്ടിയിട്ട് അതിൽ നിറയെ എനിക്ക് ചായ ഒഴിച്ചു തരൂ എന്ന് പറഞ്ഞു. ഇഷ്ടക്കേടുണ്ടെങ്കിലും സന്യാസി ആയതുകൊണ്ട് കൻസാബുറോ ഈ കപ്പിലേക്ക് ചായ ഒഴിച്ചു. കൻസാബുറോ ചായ ഒഴിക്കുന്നതിനനുസരിച്ച് സന്യാസി ഒഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ കൻസാബുറോ ചായ ഒഴിച്ച് കപ്പ് നിറഞ്ഞ് കപ്പിൽ നിന്ന് ചായ തുളുമ്പി പുറത്തേക്ക് പോയപ്പോൾ ദേഷ്യത്തോടുകൂടി കൻസാബുറോ നിർത്തുകയും താങ്കൾ കണ്ടില്ലേ ഈ കപ്പ് നിറഞ്ഞ് ചായ പുറത്തേക്ക് പോകുന്നു, ഇനിയും നിങ്ങൾ ഒഴിക്കാൻ പറയുകയാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. സന്യാസി ചിരിച്ചുകൊണ്ട് കൻസാബുറോയോട് പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥയും ഈ കപ്പിനെ പോലെയാണ്. നിങ്ങളുടെ അഹങ്കാരം ഈ കപ്പിനുള്ളിലെ ചായ പോലെ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളിൽ ഉണ്ടായിരുന്ന ജ്ഞാനമെല്ലാം പുറത്തേക്ക് ഒഴുകിപ്പോയി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളിൽ ജ്ഞാനം അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സന്യാസി അപ്രത്യക്ഷനായി. വളരെ ദുഃഖിതനായി തീർന്ന കൻസാബുറോ ഇതിന് പരിഹാരം ആലോചിക്കുകയും സ്വയം പരിഹാരം കണ്ടെത്തി ആ നാട്ടിലെ കുട്ടികളെയും മറ്റുള്ള ആൾക്കാരെയും ഒക്കെ തന്റെ ജ്ഞാനം പകർന്നു കൊടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് കൻസാബുറോ മനസ്സിലാക്കിയത് അറിവ് പകർന്നു നൽകിയില്ലെങ്കിൽ അത് ഉപയോഗശൂന്യമായി പോകും എന്നുള്ള ഒരു തത്വമാണ്. ഇതാണ് കൻസാബുറോയുടെ ജാപ്പനീസ് പഴമൊഴി.